ബഹുമാനപ്പെട്ട പ്രമുഖ ചന്ദ്രേട്ടൻ, മറ്റ് വിശിഷ്ട വ്യക്തികൾ ഒരു പ്രസംഗത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് വാക്കുകൾ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പറയേണ്ട ഒറ്റ വിഷയമുള്ളൂ. പല ആവർത്തി പറഞ്ഞ പൊന്തന്മാർ എന്നുള്ള സിനിമയുടെ പേര് ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്നുള്ളത് ഒരു താക്കീതാണ് എല്ലാ മനുഷ്യരുടെ ജീവിതത്തിൽ. അതെൻ്റെ ജീവിതത്തിൽ ഒരു താക്കീതാണ് ആ ടൈറ്റിൽ. എൻ്റെ സിനിമയുടെ ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എന്നെ തിരിച്ചറിയുന്ന സിനിമ പൊന്തന്മാർ എന്ന് പറയുന്ന സിനിമയാണ്. ആ സിനിമ ചെയ്യാനായിട്ട് ചന്ദ്രേട്ടൻ എന്നെ ക്ഷണിക്കുമ്പോൾ എന്നെക്കൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. ബോംബെയിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാലായിരിക്കും കുറേ കൂടി നന്നാവുന്നത്, ഞാനൊരു പറ്റിയ ആളായിരിക്കില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. പിന്നെ അവരുടെ നിർബന്ധം കൊണ്ടിട്ടാണ് ആ സിനിമ ചെയ്തത്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ആ സിനിമയിൽ മാളയുടെ രൂപത്തിലേക്ക് അത്രയും സുന്ദരനും സുമുഖനുമായ ഒരു വളരെ കരുത്തുള്ള ഒരാളെ ആക്കിയെടുക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമല്ല. അപ്പം അതിന് വേണ്ടിയിട്ട് എന്നെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് മമ്മൂട്ടിയാണ്. ഒരുപക്ഷെ എന്നോട് പറയുന്നു, ഇടയ്ക്ക് പറയും, നിന്നെ ഞാനിവിടെ മേക്കപ്പ് മാൻ ആക്കിയതെന്ന് പറയാറുണ്ട് ഇടയ്ക്ക് എന്നെ കാണുന്നത്. തീർച്ചയായിട്ടും 100% അത് ശരിയാണ്. എന്നെ മേക്കപ്പ് എന്ന് പറയുന്ന ഇതിൽ പട്ടണശീല അടയാളപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ ശക്തി എന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുന്ന നമുക്ക് തന്നെയാണ്. ആ തരത്തിൽ ഞങ്ങൾ എപ്പോഴും കാണാറില്ല. ഇപ്പം ഞാൻ കൂടുതലും പുറത്തുള്ള സിനിമകളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. എന്നാൽ പോലും അകലെയാണെങ്കിലും ഹൃദയത്തിനകത്ത് എവിടെയോ നമുക്ക് എന്നെ എപ്പോഴും പിടിച്ച് അമർത്തിക്കൊണ്ടിരിക്കും. എൻ്റെ ശക്തി ചോർന്നു പോകാതിരിക്കാനായിട്ട് പല സിനിമകളും. ഇതിലിപ്പോൾ ചന്ദ്രേട്ടൻ്റെ പല പടങ്ങളുടെ പേര് വായിച്ചാൽ അതിൽ ബഹുഭൂരിപക്ഷം പടവും 2-3 പടം ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ തന്നെ ചെയ്തായിരിക്കും, എൻ്റെ ഡയറ്റിലായിരിക്കും വരാൻ പോകുന്നത്. അത് പൊന്തന്മാരിൽ തുടങ്ങി ഏറ്റവും അവസാനത്തെ സിനിമ വരെ എനിക്ക് അതിനുള്ള അവസരം അദ്ദേഹം തന്നിട്ടുണ്ട്. അത് എൻ്റെ നിർണായകമായ. ഇപ്പോൾ ഞാനിപ്പോൾ എത്രയോ കമലഹാസൻ ഉൾപ്പെടെയുള്ള എത്രയോ സിനിമകൾ ചെയ്തു, പക്ഷെ അതൊന്നും ആരും അങ്ങനെ കണക്കിലെടുത്തിട്ടില്ല. പൊന്തന്മാർ ചെയ്ത പട്ടണശീല എന്ന് പറയാൻ കാണുമ്പോഴൊക്കെ. അപ്പോൾ ഇപ്പോഴും ആ പേരിൽ എന്നെ അറിയപ്പെടുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എൻ്റെ കരിയറിലെ ഏറ്റവും വലിയൊരു ശക്തി തന്നെയാണ്. ഈ ഒരു അവസരത്തിലും ഇങ്ങനെ സംസാരിക്കാനുള്ള സാധ്യത ഉണ്ടാക്കിയതിനും എൻ്റെ സംഘാടകർക്കും ഇങ്ങനെയൊരു 50 വർഷം ആഘോഷത്തിന് നമുക്ക് തന്നെ വന്ന് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് വെച്ചാൽ അർഹമായ ഒരു ദൗത്യമാണ് അദ്ദേഹം ഏറ്റെടുത്തത്. അതിനും ഹൃദയത്തിൽ തൊട്ട് ആത്മാർത്ഥമായ സ്നേഹം പങ്കിടുന്നു. ഇനിയും 1000 സിനിമകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് അതിൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നത്. മോഹാലയം സിനിമയുടെ സംഗീത സംവിധാനം